മലയാളികൾക്ക് മോരുകറി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ്. ചൂട് ചോറിൻ്റെ കൂടെ മോരുകറിയും മീൻകറിയും അന്തസ്. പഴങ്കഞ്ഞി കഴിക്കുന്നവർക്കറിയാം മോരുകറി പഴങ്കഞ്ഞിക്ക് ഉയിരാണെന്ന്. അസാധ്യ കോമ്പിനേഷനാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വഞ്ചിനാട് കിച്ചൺ. ഐ ആം ഷെഫ് പിനോജ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഒരു മോരുകറിയാണ്. കാച്ചിയ മോര്, പുളിശ്ശേരി എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇതെങ്ങനെ 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ളൊരു പുളിശ്ശേരി തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 4 കഷ്ണം വെളുത്തുള്ളിയും 4 വറ്റലമുളകും 1 പച്ചമുളകും 3 കുഞ്ഞുള്ളി വട്ടത്തിലരിഞ്ഞതും കറിവേപ്പില 2 തണ്ട് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞെടുക്കാം. 1 പച്ചമുളകും നടുവേ കീറി എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ തൈരിനുള്ള മോരുകറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മോരുകറിക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നോക്കിയോ, 5 മിനിറ്റ് നമ്മൾ എടുക്കത്തുള്ളൂ. മോരുകറി തയ്യാറാക്കാൻ ഒരു സോസ് പാൻ നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. സോസ് പാൻ ഒന്ന് ചൂടായാലുടൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് എടുത്തിരിക്കുന്നത്. കടുക് ഒന്ന് പൊട്ടിയാലുടൻ 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നടുവേ കീറിയിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റലമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. മോരുകറി ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മ കറിവേപ്പിലയുടെ തണ്ടൂടെ ചേർക്കാറുണ്ട്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും വറ്റലമുളകും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് നമ്മളുടെ പൊടികളൊക്കെ ചേർക്കാറായി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 നുള്ള് കായപ്പൊടിയും ഉപ്പ് 1/2 ടീസ്പൂണും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് തൈര് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, കട്ടയില്ലാതെ. വെള്ളം നമ്മൾ ആദ്യം ചേർക്കുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. അതുപോലെ തന്നെ പലരും മോരുകറി ഉണ്ടാക്കുമ്പോൾ മോര് പിരിഞ്ഞു പോകുന്നു എന്നൊരു പരാതി കേൾക്കാറുണ്ട്. തിളച്ച വെള്ളത്തിൽ തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഓഫ് ചെയ്ത് വെച്ചാൽ മോര് പിരിയത്തുമില്ല, മോരിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇങ്ങനെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം തൈര് നമ്മൾ ഒഴിച്ച് തീ അണച്ച് 10 മിനിറ്റ് വെച്ചതിന് ശേഷം മോരുകറി കൂട്ടിയാൽ അസാധ്യ ടേസ്റ്റ് ആയിരിക്കും. മഞ്ഞൾപ്പൊടിയോടൊപ്പം മുളക് പൊടി ചേർക്കുമ്പോൾ മോരുകറിക്ക് പ്രത്യേക ഒരു നിറവാണ് വരുന്നത്. അതിനാണ് നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്ത് വെക്കാം. ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് മോരുകറി തയ്യാറായി കിട്ടും. ഇതാ നമ്മുടെ 5 മിനിറ്റ് കൊണ്ടുള്ള മോരുകറി തയ്യാറായിട്ടുണ്ട്. നല്ല കുറുകിയ മോരുകറി, അസാധ്യ ടേസ്റ്റാണ്. മലയാളികൾക്ക് മോരുകറി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ്. ചൂട് ചോറിൻ്റെ കൂടെ മോരുകറിയും മീൻകറിയും അന്തസ്. പഴങ്കഞ്ഞി കഴിക്കുന്നവർക്കറിയാം മോരുകറി പഴങ്കഞ്ഞിക്ക് ഉയിരാണെന്ന്. അസാധ്യ കോമ്പിനേഷനാണ്. രാവിലെയൊക്കെ ജോലിക്ക് പോകാൻ വളരെ തിരക്കുള്ളവർക്കും ബാച്ചിലേഴ്സിനും ഇനിയും കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഈ മോരുകറി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെറിയ 5 മിനിറ്റ് കൊണ്ടുള്ള മോരുകറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അടുത്ത ദിവസം കിടിലൻ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.